അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും അത് മാത്രമല്ല മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടു പോകരുത്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലുള്ള രാവിലെ വീട്ടിലെ കാര്യങ്ങളും വീട്ടിലുള്ള കുക്കിങ്ങും അപ്പോൾ നാടൻ രീതിയിലുള്ള പാചകങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന ചെറിയ ഒരു ചാനലാണ്. അപ്പോൾ പറ്റുന്നിടത്തോളം എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വാട്സപ്പിൽ വന്നിട്ടാണെങ്കിലും ഷോർട്ട് വീഡിയോയിൽ വന്നിട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് പേര് തിരക്കുന്നുണ്ടായിരുന്നു, മക്കളെ തിരക്കിന്ന് പറയണേ. ഇപ്പോൾ ലോങ് വീഡിയോ ഇടാത്തതിനെ കൊണ്ട് ഒന്നും അറിയാനായിട്ട് പറ്റുന്നില്ല. ലോങ് വീഡിയോ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാൻ പറ്റും. ഷോർട്ട് വീഡിയോ ആകുമ്പോൾ കുറച്ച് സമയത്തേക്കുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്നും അറിയാൻ പറ്റാതെ കുറേ പേര് ഇങ്ങനെ തിരക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ സ്നേഹം അറിയിക്കുന്നുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയത് ഇപ്പം വെള്ളിയാഴ്ച പോയി, ശനിയാഴ്ച പോയി, അങ്ങനെ ഇപ്പോൾ അടുപ്പിച്ചായിട്ട് എനിക്കിപ്പോൾ ഇങ്ങനെ പോവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കാണാൻ വേറൊരു ദിവസം, പിന്നെ സ്കാനിങ്ങിന് നമുക്കൊരു ഡേറ്റ് തരുമ്പോൾ ആ ഒരു ഡേറ്റിനല്ലേ നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നതിനെ കൊണ്ട് എനിക്ക് ലോങ് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് ചെറിയ രീതിയിലുള്ള ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് പോവാം. ഷോർട്ട് വീഡിയോ ഇട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ വീഡിയോ ഇട്ട് പോകാനും പറ്റില്ല, അങ്ങനെ നിന്ന് പോവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ ആലോചിച്ച് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഇതിനിടയ്ക്കുള്ള വീഡിയോ ഇടക്കവും പിന്നെ ഇതിനിടയ്ക്കുള്ള ഹോസ്പിറ്റലിൽ പോക്കും അങ്ങനെയുള്ള ഒത്തിരി ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോകുമായിരുന്നു. പിന്നെ ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് തന്നെ ഒത്തിരി ദിവസം ആയിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്യാൻ അങ്ങനെ ഒന്നും എനിക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു. പിന്നെ കുറച്ചായിട്ടൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നിപ്പോൾ രാവിലെ തന്നെ ഈ ഒരു വീഡിയോ ഇടണം. പിന്നെ ഇപ്പോഴെന്ന് പറയുമ്പോൾ മഴയും കൂടെ ആയതുകൊണ്ട് നമുക്ക് പുറത്തുള്ള പണി കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പം മഴ ഇല്ലാതിരുന്ന സമയത്ത് എടുത്തിരുന്ന കുറച്ച് വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ഞാനൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ രാവിലെ നമ്മൾ അടുക്കളയിലുള്ള പണി തീരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യാനായിട്ടുള്ളത് പാത്രങ്ങൾ മൊത്തത്തിൽ ആദ്യം നമ്മൾ തേച്ച് കഴുകി അടുക്കള ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കയറുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഒരു പണിയും കാണത്തില്ല. എന്ന് വെച്ചാൽ പാചകം ചെയ്യുന്നത് വലിയൊരു പണിയല്ലല്ലോ, പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അടുക്കളയിലുള്ള പാത്രങ്ങളെല്ലാം ഞാൻ ഇവിടെ ഇട്ടിപ്പോൾ പാത്രം തേച്ച് കഴുകൊക്കെ ഇല്ല, അപ്പുറത്തെ അടുക്കളയിൽ കൊണ്ടുപോയിട്ടാണ് തേച്ച് കഴുകുന്നത്. ഇവിടെ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുക്കളയിലുള്ള പണിയെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ അടുക്കളയെല്ലാം വൃത്തിയാക്കി ഇനിയിപ്പോൾ അടുപ്പിൽ ഇനിയിപ്പോൾ ചോറ് വയ്ക്കണം. മുറ്റത്തിട്ടല്ല, ഇന്നിപ്പോൾ അകത്തിട്ട് തന്നെയാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ ചോറിൻ്റെ കാര്യങ്ങൾ നോക്കണം. പിന്നെ അടുക്കളയിൽ ഇനിയിപ്പോൾ മറ്റ് ചായ ഇടണം, കാപ്പി ഉണ്ടാക്കണം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ എല്ലാ പാത്രങ്ങളും തേച്ച് കഴുകി എല്ലാം ഒതുക്കി നീറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒത്തിരി ദിവസമായി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചേർത്ത് കൊണ്ടുവന്നതാണ്. ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ ഇതെവിടെ നിന്നാണ് മേടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഭീമാപ്പള്ളിയിൽ പോയപ്പോൾ അന്ന് അതിൻ്റെ ചെറിയൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ചാനലിൽ. അപ്പോൾ കാണാത്തവർ ആ ഒരു വീഡിയോ കയറി കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇത് ഒരുപാട് ഇരിക്കുന്ന കണ്ട് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. ഒത്തിരി ഇങ്ങനെ ഇതുപോലെ സാമ്പ്രാണി തിരിയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുമിഞ്ചാനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ ഇട്ട് വെച്ചിട്ട് കത്തിക്കുമ്പോഴത്തേക്ക് നല്ല പുക വരും. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് തന്നെ നമ്മൾ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് നല്ല മണം ഉണ്ടായിരുന്നു. ഇപ്പോൾ റൂമിലാണെങ്കിലും അടുക്കളയിലാണെങ്കിലും എവിടെ വെച്ചാലും ഇതിൻ്റെ ആ ഒരു മണം ഇവിടെ മൊത്തത്തിലങ്ങ് തങ്ങി നിൽക്കുവേ. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് ഏതോ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻ്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ ഇത് മേടിക്കാനായിട്ട് കിട്ടും, ഇത് സാമ്പ്രാണിയാണ് എന്ന്. ഇത് സാമ്പ്രാണിയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ വേറൊരു തിരിയും കൂടെ ഉണ്ട്. ഇത് തീർന്നതിന് ശേഷം മറ്റത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും ഞാൻ അതും കൂടെ ഒന്ന് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത് ഒരെണ്ണം മാത്രമാണ് എടുക്കുന്നത്, ഒരെണ്ണം മാത്രമേ ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നുള്ളേ. അപ്പോൾ ഇത് ഒരെണ്ണം ഇങ്ങനെ കത്തിച്ച് ഇത് അടുക്കളയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടി നല്ല ഒരു മണവും നമ്മൾ അടുക്കള ക്ലീനുമാണ്. പിന്നെ ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചന്ദനത്തിരി ആണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുമിഞ്ചാനോ ഇതുപോലെ സാമ്പ്രാണി തിരി ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കത്തിച്ചൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടുക്കളയ്ക്കകത്ത് നമ്മൾ എത്ര നിന്നാലും നമുക്ക് മതി വരത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുഷിച്ചിലോ അങ്ങനെ ഒന്നും തോന്നത്തില്ല, ഒരു സന്തോഷമോ നല്ല ഒരു എനർജി ആയിട്ടൊക്കെ തോന്നും. പണികളൊക്കെ പെട്ടെന്ന് തീർക്കാനാണെങ്കിൽ നല്ലൊരിതാണ്. ഞാനിത് ഇത്രയും പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊന്ന് മേടിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം നല്ല പുകയുണ്ട്. ഞാൻ ഒരെണ്ണമാണ് ഇപ്പോൾ കത്തിച്ച് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ചായ ഇടണം. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. പിന്നെ ചായ ഇടണം, ഇനിയിപ്പോൾ കാപ്പിയൊക്കെ ഉണ്ടാക്കണം. നേരത്തേക്ക് നമ്മൾ ചായ ഇടുന്നതിൻ്റെയൊക്കെ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കട്ട് ചെയ്തുള്ള വീഡിയോ ഒക്കെയാണ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് എൻ്റെ തൊട്ട് താഴെയായിട്ട് പുതിയതായിട്ടൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളവരാണ്, അവർ വന്നിട്ട് അവരെ കൂടെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർ നമുക്ക് വേണ്ടിയിട്ടൊക്കെ കമൻറ്റ് ഇടുമ്പോഴത്തേക്ക് അവരുടെ കമൻറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് കയറിയിട്ട് അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് അവരുടെ വീഡിയോസും കൂടെ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരും കൂടെയൊക്കെ ഒന്ന് മുന്നോട്ട് വരും. എല്ലാവരും ഒരുമിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തൊക്കെ മുന്നോട്ട് പോകാനായിട്ടൊക്കെ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്നത് ഇതൊക്കെയാണ് കേട്ടോ. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ വാട്സപ്പിൽ വന്ന് പറഞ്ഞിട്ടുള്ളവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഞാനിപ്പോൾ വീഡിയോ ഏതിലിട്ടിട്ടാണ് എഡിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വീഡിയോ മേക്കറിനകത്ത് വെച്ചിട്ടാണ്. അതാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല എളുപ്പമുണ്ട്, പെട്ടെന്ന് ചെയ്ത് തീർക്കാനും പറ്റും. വേറെ ഡൗട്ടോ ഒന്നും ഇല്ല, എല്ലാ ഓപ്ഷനും അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് പ്ലേ സ്റ്റോറിൽ കയറിയിട്ടൊക്കെ ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെയൊക്കെ ചായ ഇടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചായ ഇടുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു സ്പൂണോ ഒരു ചെറിയൊരു തവിയോ കൊണ്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഇളക്കി എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ടേസ്റ്റോട് കൂടി ഈ ഒരു ചായ കുടിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ സാമ്പ്രാണി അവിടെ ഇരുന്ന് പുകയുന്നുണ്ട്. അപ്പോൾ ചായയൊക്കെ ഇട്ട് വെച്ച് ഇനിയിപ്പോൾ ഇതിൻ്റെ മണ്ട ഒന്ന് തുടച്ച് വൃത്തിയാക്കാനായിട്ടുണ്ട്. ചായയുടെ ഇതൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറുമ്പൊക്കെ വന്ന് കയറും, അല്ലെങ്കിൽ ഈച്ച വരും, അങ്ങനെയുള്ളതൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലുള്ള ജോലിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തീയൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് വിറകും കൂടെ വെച്ച് കൊടുക്കണം. മുറ്റത്ത് കുറച്ച് പണി കിടക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇതിലെന്ത് കത്തിക്കാത്തെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെയൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് കത്തിക്കാറുണ്ട്. പിന്നെ ഇത് ചൂടായി കിട്ടാൻ സമയമെടുക്കും. ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും ഇതിനകത്ത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് ചിരട്ടയും തൊണ്ട് വെച്ച് കൊടുക്കാം. ചിരട്ടയൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നല്ല പുകയും കരിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ അങ്ങ് വൃത്തിയിടാകും. അപ്പോൾ അതിനെക്കാട്ടിയും നല്ലത് ഞാൻ കൂടുതലും പുറത്താകുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറക്കി അയ്യത്തുനിന്നൊക്കെ പറക്കിയൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കഴിവതും പുറത്തിട്ട് വേവിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പുറത്തിങ്ങനെ കല്ല് കൂട്ടി വേവിക്കുന്ന കണ്ടിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ആരോ 1-2 പേര് ഇങ്ങനെ കമൻ്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുറത്തങ്ങനെ കല്ല് കൂട്ടിയിട്ട് വേവിച്ചെടുക്കല്ലേന്ന്, അങ്ങനെ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഇവിടെ നമുക്ക് അറിയുന്നവരൊക്കെ വന്നപ്പോൾ ചിലപ്പോൾ അവർക്കും അറിയത്തില്ലായിരിക്കും. ഇങ്ങനെ കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാനും പിന്നീട് അത് മനസ്സിലാക്കിയത്. 1-2 വട്ടം ഇങ്ങനെ അടിക്കടിയായിട്ട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും പുറത്ത് നമ്മൾ കല്ല് മാറ്റിയിട്ട് വേറെ അടുപ്പ് ഇനിയിപ്പോൾ കൊണ്ടുവന്ന് വെക്കും. അപ്പോഴിനിയിപ്പോൾ ഒരു ഇരുമ്പിലടുപ്പോ അല്ലെങ്കിൽ മണ്ണിലടുപ്പൊക്കെ മേടിക്കാനായിട്ടൊക്കെ കിട്ടുമല്ലോ. അത് എവിടെ കിട്ടുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അതിനിപ്പോൾ ഒന്ന് തിരക്കണം. നമ്മളിൽ അമ്മിക്കല്ലിൻ്റെ കാര്യം പറഞ്ഞാൽ അമ്മിക്കല്ല് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി തിരക്കിയിട്ടൊക്കെയാണ് നമുക്ക് ആ ഒരു കല്ല് കിട്ടിയത് തന്നെ കേട്ടോ. അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ നമുക്ക് അടുപ്പ് തിരക്കാനായിട്ട് പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വരെ മേടിക്കാത്തതിനെ കൊണ്ടാണ്. നമ്മളിങ്ങനെ വാടകയ്ക്ക് ഇങ്ങനെ വീടുകൾ മാറി മാറി പോകുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വീടുകളിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് വിറകടുപ്പാണ്. അപ്പോൾ അവിടെയൊന്നും ഇതുപോലെ ടൈലിട്ടതില്ല. ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വീട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനത്തെ അടുപ്പ് ആയതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചത് അത് മൊത്തത്തിൽ അങ്ങ് വൃത്തികേടായി കഴിഞ്ഞാൽ എനിക്കും അതൊരുമാതിരി ഭിത്തി മൊത്തത്തിൽ കരിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പുകയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ വേവിച്ചെടുക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ചെറിയ പാത്രങ്ങൾ വെക്കുന്നുണ്ട്. വലിയ പാത്രങ്ങൾ വെക്കുവാണെങ്കിലും കരി വരാത്ത രീതിയിൽ ചിരട്ട ഇടാൻ പറ്റില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചിരട്ടയൊക്കെ ഇട്ട് നല്ലതുപോലെ പുറത്തൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് വിറകാണെങ്കിലും തൊണ്ടാണെങ്കിലും അധികം കൊണ്ടുവന്ന് വെച്ചിട്ടൊക്കെ വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മുറ്റത്തൊരു അടുപ്പ് എന്തായാലും വേണമല്ലോ. അപ്പോൾ അകത്തുള്ള അടുപ്പ് നമ്മൾ എത്രത്തോളം സൂക്ഷിക്കാനായിട്ട് പറ്റുമോ അടുക്കള നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് കഴിവതും ഓരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ പുറത്തുള്ള അടുപ്പിൽ എന്തിനാണ് ബെഡ്ഷീറ്റ് വെച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ്റെ വേലയാണ് കേട്ടോ. മോനാണെന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് ആദ്യം നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. കഴുകിയതിന് ശേഷമാണ് ചരുവത്തിനകത്ത് വെള്ളം പിടിച്ചിട്ട് അതിനകത്ത് ഒരടപ്പ് ഡെറ്റാളും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അവിച്ചെടുക്കുന്നത്. കട്ടിയുള്ള ബെഡ്ഷീറ്റ് ആണെങ്കിലും കട്ടിയുള്ള ഏതെങ്കിലും തുണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പോഞ്ച് പോലെ ഇരിക്കുന്നതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കഴുകി എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ കഴുകി ഇതുപോലെ എടുക്കുവാണെങ്കിൽ നല്ല ഒരു മണവും കിട്ടും, നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാനായിട്ടൊക്കെ നോക്കണം. ഇവിടെ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്തെടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ഷോർട്ട് വീഡിയോയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 3 പേരല്ലേ ഉള്ളൂ, ഒരാൾ എന്തെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ ഇവിടെ ഇല്ല, ഇപ്പം 3 പേരേ ഉള്ളൂ. ഈ 2 കുഞ്ഞുങ്ങൾ വന്നതിന് ശേഷം മണിയെ ഇപ്പോൾ ഇതിനകത്ത് കയറൊക്കെ ഇല്ല. അപ്പോൾ അത് കൊച്ചുങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ടാണെന്ന് തോന്നുന്നു. സാധാരണ മനുഷ്യനാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇവർക്കും ഉണ്ടെന്നുള്ള കാര്യം നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു മക്കൾ വന്നതിന് ശേഷം ഇപ്പോൾ ഇവ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അവ നേരെ ഇപ്പോൾ ഫ്ലാറ്റിലാണ് കേട്ടോ. ഫ്ലാറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മോളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ തന്നെ ഉണ്ട്. നമ്മൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലും അതിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് നമ്മളെ കാണുമ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ ശബ്ദം ഉണ്ടാക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വരുന്നില്ല ഇപ്പം ഇവർ 3 പേര് മാത്രമേ ഇവിടെ നിൽക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പൂച്ചകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുമെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പിന്നെ ഇവിടെ നിന്ന് മീൻ മേടിക്കാനായിട്ടൊക്കെ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് മണിയനെ അവിടെയൊക്കെ വെച്ച് കാണുന്നുണ്ട്. പിന്നെ മീൻ കൊണ്ട് വരുന്ന ചേട്ടൻ മീനൊക്കെ ഇട്ട് കൊടുക്കും വേറെ പൂച്ചയൊക്കെ വരുമ്പോഴത്തേക്ക്. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് കാണുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെ വന്നിരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ നേരത്തേക്കുള്ള ഒത്തിരി വീഡിയോയിൽ അവനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം മക്കളും തള്ളയും മാത്രമേ ഉള്ളൂ. അവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട്, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എവരും ഇനി പോവോ ഇല്ലേ നിൽക്കുമോ ഒന്നും നമുക്കറിയത്തില്ല. പിന്നെ നേരത്തെ നമ്മൾ ഈ ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ ചീരയും പയറും പാവൽ അങ്ങനെയുള്ളതൊക്കെയാണ് നട്ടിരുന്നത്. ഇത്തവണ നമ്മൾ മരക്കമ്പ് കുറച്ച് നട്ടിട്ടുണ്ട്. അത് അത്യാവശ്യമൊക്കെ ഒന്ന് പൊടിച്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മാവിൽ ഇടയ്ക്ക് നമുക്ക് 1-2 മാങ്ങയൊക്കെ കിട്ടാറുണ്ടായിരുന്നു. കൂടുതൽ വവ്വാൽ വന്ന് അടിച്ചിടുന്നതിനെ കൊണ്ട് ഇപ്പോൾ അധികം അങ്ങനെ കിട്ടാറില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നുണ്ട്. പിന്നെ നേരത്തെ തന്നെ നമ്മൾ ഓർക്കിഡ് ചെടി ഒരു സൈഡിൽ വെച്ചപ്പോൾ അതിൻ്റെ പൂവൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്തത് മുട്ടൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വിരിഞ്ഞൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി വെറൈറ്റി കളറാണ്. അപ്പോഴിത് നല്ലതുപോലെ ഒന്ന് വിരിഞ്ഞ് വന്നതിന് ശേഷം എന്തായാലും വീഡിയോയിൽ കാണിക്കാമേ. നല്ല സൂപ്പർ കളറാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ ഒരു കളർ കാണുമ്പോഴത്തേക്ക്.
പിന്നെ നമ്മളിവിടെ നേരത്തെ തന്നെ വന്ന് കുറച്ച് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിവിടെ വാഴ വെച്ചിട്ടുണ്ടായിരുന്നത്. മരക്കമ്പൊക്കെ നട്ട് പിന്നെ നമ്മൾ നേരത്തെ ചീരയാണെങ്കിലും പയർ, പാവൽ അങ്ങനെയൊക്കെ ആ ഒരു സൈഡിലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഇപ്പം അങ്ങ് മരക്കമ്പം വെച്ച് ഈ ഒരു സൈഡിൽ വാഴയും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ അപ്പുറത്തായിരുന്നപ്പോഴത്തേക്കും വാഴ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയപ്പോൾ അതൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. അതൊക്കെ പോട്ട് പിന്നെ എന്തായാലും എവിടെയെങ്കിലും നമുക്ക് വിധിയുണ്ടെങ്കിൽ എവിടെയെങ്കിലും വാങ്ങാൻ പറ്റുവാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും മറക്കല്ലേ.